ഈ നാട്ടിലൊരു വാർത്ത ഉണ്ടായാൽ അത് ഒരിക്കലും അറിയാൻ സാധ്യതയില്ലാത്ത പഞ്ഞം പിടിച്ച ആളുകളാണിത്. ഇവർ ഈ അലഞ്ഞു കിടക്കുന്ന ആടിനെ കൊണ്ടൊക്കെ പോയി മാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ താമസിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരൊന്നും അറിയണമെന്നില്ല, സ്വന്തം വീട്ടിൽ നടക്കുന്ന പോലും അറിയാത്ത ആളുകളാണ്. പക്ഷെ ഈ വാർത്തയുടെ പ്രത്യേകത എന്താണ്? ഇതെല്ലാവരും അറിയേണ്ട ഒരു വാർത്തയാണ്. ഇടം നിനക്ക് വേണ്ടി, നിനക്ക് പകരക്കാരനായി ദൈവം തന്റെ പുത്രനെ അയച്ച് അവൻ ഇതാ കുരിശിൽ മരിക്കാൻ വേണ്ടി ഒരു കൊച്ചായിട്ട് വന്ന് പിറന്നു. ഇത് സകലരും അറിയേണ്ട വാർത്തയാണ്. അപ്പൊ ഈ സകലരും അറിയേണ്ട വാർത്ത മനോരമയും മംഗളവും ദീപികയും വായിക്കാത്ത ഇവരെങ്ങനെ അറിയും? നമ്മൾ പത്രം വായിക്കുന്നവരാണെങ്കിലും TV കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മളിത് പെട്ടെന്ന് അറിയാം. ഇവൻ ഇതൊന്നും ഇല്ലാത്ത ആളാണ്, ഒരു ഫോൺ ഇല്ലാത്ത ആളാണ്, ഇവൻ ഇതെങ്ങനെ അറിയും? അപ്പൊ ഇവൻ ഇത് അറിയണമെങ്കിൽ അവൻ രാത്രിയിൽ ഈ ആടിനെയും കാത്ത് തമ്പടിച്ച് കിടക്കുന്ന ആ തുറസായ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വാറക്കെട്ടിന്റെ ഇടയിൽ അവനിങ്ങനെ ഈ ആടിനെയും കൊണ്ട് ചാക്കൊക്കെ പൊതച്ചിങ്ങനെ കിടക്കുമ്പോ അവന്റെ തലയ്ക്ക് മേളിൽ ആകാശത്തൊരായിരം ദൂതന്മാര് വന്ന് പറഞ്ഞാലേ ഇവനിതറിയൂ.